കടലാസ് പൂച്ചെടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ചെറിയ തൈയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളരുകയും ആ ഒരു ചെടിയിൽ നമുക്ക് ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തണ്ട് നിറയെ പുതിയ ബ്രാഞ്ചുകൾ വരും. അതൊക്കെ പൂമോട്ടായിട്ട് പെട്ടെന്ന് വിരിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ ഈ ഒരു പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് തന്നെ പുതിയ തളിരുകൾ വരികയും അതിലൊക്കെ നിറച്ചും കമ്പ് നിറയെ പൂക്കൾ വരികയും ചെയ്യും. അപ്പോൾ ചെറിയ ചെടിയൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ട വളങ്ങളും അതോടൊപ്പം തന്നെ ചെയ്തു കൊടുക്കേണ്ട കുറച്ചധികം പ്രോ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നന്നായിട്ട് സൂര്യപ്രകാശം ചെടിക്ക് കിട്ടുന്ന ഒരു സ്ഥലത്ത് ചെടിച്ചട്ടി വെക്കുക. കുറച്ച് വലിയ പോട്ട് എടുത്തിട്ട് അതിലേക്കൊന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചെറിയ ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നന്നായിട്ട് ഈർപ്പം കിട്ടുന്ന രീതിയിൽ 2-3 ദിവസം ഇടവിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നെ നമ്മൾ നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ബ്രാഞ്ചുകൾ വളർന്നു വന്നാൽ അതിനെ തൂമ്പ് വന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ അത് വട്ടം വീശി വളരുകയും ഈ കൊമ്പുകൾ കണ്ടോ നമ്മൾ തൂമ്പൊക്കെ ഒന്ന് ഒടിച്ചു കൊടുത്തതാണ്. ഒടിച്ചു കൊടുത്തതിന് ശേഷം നിറയെ നമുക്ക് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ വരികയും ഇതിലൊക്കെ നിറച്ചും പൂക്കളും വരുന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ വളർന്നു പോകുന്നൊരു ചെടിയാണെങ്കിൽ ഇതേപോലെ തൂമ്പൊന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക. അപ്പം അടിഭാഗത്തേക്ക് നിറയെ ബ്രാഞ്ചുകൾ വരികയും ഇതിലൊക്കെ നിറച്ചും തളിര് വരികയും ഇതൊക്കെ പൂവായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഒടിച്ചു കൊടുത്താൽ മതി. വലുതായിട്ട് വളർന്നു പോകുന്ന ബ്രാഞ്ചുകളുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്രിം ചെയ്ത എല്ലാ ബ്രാഞ്ചുകളും നിർത്തിയാൽ ഇതിൽ നിറച്ചും നമുക്ക് തളിര് വരികയും അതിലൊക്കെ നമുക്ക് പൂമൊട്ടും പൂവായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കുറേ ബ്രാഞ്ചുകൾ വരും. അതിൽ കുറേ എണ്ണത്തിൽ പൂക്കൾ നിറയെ വരും. കുറച്ചെണ്ണം മാത്രം നമുക്ക് പുതിയ ബ്രാഞ്ചായിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഈ പൂക്കൾ ഇങ്ങനെ കൊഴിയാനായിട്ട് വരുന്ന സമയത്തേക്ക് മറ്റ് ബ്രാഞ്ചുകൾ വലിയ ചെടിയായിട്ട് വലിയ ബ്രാഞ്ചുകളായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് ഇതേപോലെ തന്നെ ഒരു 8-10 ഇലയായി പ്രായമാകുമ്പോൾ നമ്മൾ ആ ഒരു ബ്രാഞ്ച് കൂടി ഒന്നുകൂടിയും പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൂക്കൾ കൊഴിയുമ്പോഴത്തേക്ക് ആ പുതിയതായിട്ട് വന്നിട്ടുള്ള ബ്രാഞ്ചിൽ നമുക്ക് അടിഭാഗത്തേക്കൊക്കെ മുന്നേ കാണിച്ചെന്ന പോലെ നിറയെ ചെറിയ ചെറിയ തിളർപ്പുകൾ വരികയും അതിൽ നിറയെ പൂക്കളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രിം ചെയ്ത് നല്ല വൃത്തിക്ക് ചട്ടിയിൽ ഒതുക്കത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അതേപോലെ തന്നെ കയറിട്ട് കെട്ടി നമുക്ക് ഇത് പല രീതിയിൽ നമുക്ക് ഒതുക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നിറച്ചും ബുഷും തിക്കുമായിട്ട് പൂക്കൾ വരികയും ചെയ്യും. പുതിയ ബ്രാഞ്ചുകളും വരും. അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഇതേപോലെ ചകിരിയോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ കിളകളൊക്കെ പറിച്ച് നമ്മൾ ചപ്പോ ഇട്ടിട്ട് ഇതേപോലെ പൊത വെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ പറമ്പിലൊക്കെ ഉള്ള പുല്ല് വെട്ടിയെടുത്ത് അത് ചുവട്ടിലിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇത് പിന്നീട് വളമായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ കിള ഈ ഒരു ചെടിച്ചട്ടിയിൽ വരികയില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ബാഷ്പീകരിച്ച് പോവുകയില്ല. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതേപോലെ നമ്മൾ പുത ഇട്ട് കൊടുക്കുന്നത് കൊണ്ട്. നമുക്ക് പാഴായി കിടക്കുന്ന പുല്ലുകളോ അല്ലെങ്കിൽ ചപ്പുകളോ ഒക്കെ ഇതേപോലെ തന്നെ ഒന്ന് നുറുക്കിയെടുത്ത് നമുക്ക് ഇതേപോലെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെറുതെ കളയുന്ന നമ്മളെ വീട്ടിലൊക്കെ കിഴങ്ങ് ചെത്തിയുടെ തോലുണ്ടാവില്ലേ, ഇതേപോലെ തോല് നമ്മൾ 5-8 ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. നന്നായിട്ടൊന്ന് അഴുകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അഴുകുന്നതിനനുസരിച്ച് പിന്നെയും നമുക്ക് ഈ ഒരു തോൽ തന്നെ നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉണക്ക ചാണകപ്പൊടി കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ചെടി പെട്ടെന്ന് വളർന്നു വരികയും നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ്, കട്ടിങ് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് അഴുകി പുളിപ്പിച്ചെടുത്ത് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലൊരു വളമായിട്ട് വരികയും അത് നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്നും ഓർക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ലൈക്ക് കൂടി തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ കണ്ടൻറ്റ് ഇവിടെ നിർത്താണ്. നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.